ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റിലെ അടുത്ത ടോപ്പിക്കായ ഗ്യാരണ്ടി ഓഫ് എ പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ. അപ്പോൾ നമുക്ക് നോക്കാം. സംടൈംസ് എ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദി ഫേം വിത്ത് എ ഗ്യാരണ്ടി ഓഫ് സർട്ടൈൻ മിനിമം എമൗണ്ട് ബൈ വേ ഓഫ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ചില സന്ദർഭങ്ങളിൽ ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു മിനിമം പ്രോഫിറ്റ് നൽകാമെന്നുള്ള ഒരു ഗ്യാരണ്ടിയിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. സച്ച് അഷുറൻസ് മേ ബി ഗിവൺ ബൈ ഓൾ ദി പാർട്ട്നേഴ്സ് ഇൻ എ സർട്ടൈൻ റേഷ്യോ ഓർ ബൈ എനി ഓഫ് ദി ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ നിലവിലുള്ള പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറോ ആണ് പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണർക്ക് ഇത്തരം ഉറപ്പുകൾ നൽകുന്നത്. ദ മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് ഷാൾ ബി പെയ്ഡ് ടു സച്ച് ന്യൂ പാർട്ട്ണർ വെൻ ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആസ് പെർ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് ലെസ് ദാൻ ദി ഗ്യാരണ്ടീഡ് എമൗണ്ട്. അപ്പോൾ ഓരോ വർഷവും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന അവസരത്തിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം ന്യൂ പാർട്ട്ണർക്ക്, അതായത് പുതിയ പാർട്ട്ണർക്ക് ഗ്യാരണ്ടി ചെയ്ത എമൗണ്ടിനേക്കാൾ കുറവാണ് പ്രോഫിറ്റ് വരുന്നതെങ്കിൽ മറ്റു പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ആ കുറവ് വന്ന എമൗണ്ട് ഷെയർ ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ മറ്റു പാർട്ട്ണർ അവരുടെ പ്രോഫിറ്റിൽ നിന്ന് പുതിയ പാർട്ട്ണർക്ക് എത്രയാണോ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് അത്ര എമൗണ്ട് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 2:3. decided to admit C into their firm, giving the guarantee of a minimum of rupees 25,000 has his share in firm's profit. അപ്പോൾ എയും ബി ആണ് നിലവിലുള്ള പാർട്ട്നേഴ്സ്. അവർ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ഷെയർ ചെയ്യുന്നത് 2:3. അപ്പോൾ അവരിപ്പോൾ സി എന്ന ഒരു പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ സിയോട് അവർ പറയുന്നു, എല്ലാ വർഷവും നിനക്ക് മിനിമം 25,000 രൂപ പ്രോഫിറ്റായി നൽകാമെന്ന്. ദി ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് rupees 1,20,000 ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ ഈ വർഷം ഫേമിന് 1,20,000 രൂപയാണ് പ്രോഫിറ്റ് ലഭിച്ചിട്ടുള്ളത്. ദ എഗ്രീഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ് ഈസ് ഡിസൈഡഡ് ആസ് 2:3:1. അപ്പോൾ അവരെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:3:1 ആണ്. അപ്പോൾ ഇനി മുതൽ അവർക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ മൂന്ന് പാർട്ട്നേഴ്സും ഷെയർ ചെയ്യേണ്ട റേഷ്യോ 2:3:1. അപ്പോൾ ഈ റേഷ്യോനെ ന്യൂ റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ 2:3 ആയിരുന്നു എൻ്റെയും ബിൻ്റെയും റേഷ്യോ. അപ്പോൾ അതാണ് അവരുടെ ഓൾഡ് റേഷ്യോ. അപ്പോൾ ഈ വർഷം 1,20,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. ഫേമിന് 1,20,000 രൂപയാണ് പ്രോഫിറ്റ്. ആ 1,20,000 രൂപ എയും ബിയും സിയും 2:3:1 എന്ന റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ 1,20,000 6 പാർട്സാക്കി അതിൽ 2 പാർട്സ് എക്കും 3 പാർട്സ് ബിക്കും 1 പാർട്ട് സിക്കുമാണ് കിട്ടുക. അപ്പോൾ എക്ക് കിട്ടുന്നത് 1,20,000 ഇൻറ്റു 2/6, അതായത് 40,000. അപ്പോൾ 1,20,000 ഇൻറ്റു 2/6 40,000 രൂപയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് 40,000 ആണ്. ബിക്ക് 1,20,000 ഇൻറ്റു 3/6, അതായത് 60,000 രൂപയാണ് പ്രോഫിറ്റ് വരുന്നത്. സിക്ക് 1,20,000 ഇൻറ്റു 1/6 20,000 രൂപയാണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് നോക്കാം. എക്ക് 40,000, ബിക്ക് 60,000, സിക്ക് 20,000. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞിരുന്നത് 25,000 രൂപ നൽകാമെന്നാണ്. പക്ഷേ ഇപ്പോൾ പ്രോഫിറ്റ് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയത് സിക്ക് 20,000 ആണ്. അപ്പോൾ 5,000 റുപ്പീസിൻ്റെ ഷോർട്ട് വരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സിക്ക് 25,000 തന്നെ പ്രോഫിറ്റ് കൊടുക്കണം. അത് ഗ്യാരണ്ടി ചെയ്തതുകൊണ്ട് 25,000 എയും ബിയും കൂടി കൊടുക്കണം. അപ്പോൾ സിൻ്റെ ഡെഫിഷ്യൻസി വരുന്നത് 25,000 - 20 = 5,000 ആണ്. ആ 5,000 എയും ബിയും അവരുടെ പ്രോഫിറ്റിൽ നിന്ന് നൽകേണ്ടതാണ്.
അപ്പോൾ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് അവരുടെ ഓൾഡ് റേഷ്യോയിലാണ് ഈ 5000 ഷെയർ ചെയ്യുക. അപ്പോൾ അവരുടെ ഓൾഡ് റേഷ്യോ ക്വസ്റ്റ്യനിലുണ്ട് 2:3. അപ്പോൾ ആ 2:3 വെച്ചിട്ടാണ് ഈ 5000 സിക്ക് ഷെയർ ചെയ്യേണ്ടത്. ദിസ് ഷാൾ ബി ബോൺ ബൈ ദി ഗ്യാരണ്ടീയിങ് പാർട്ട്നേഴ്സ് എ ആൻഡ് ബി ഇൻ ദെയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിച്ച് ഈസ് ഇൻ ദിസ് കേസ് ഈസ് 2:3. അപ്പോൾ എങ്ങനെയാണ് അവർ ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ എൻ്റെ ഓൾഡ് റേഷ്യോ 2 ആണ്, ബീൻ്റെത് 3 ആണ്. അപ്പോൾ എ ഷെയർ ഇൻ ദി ഡെഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 5000 ഇൻറ്റു 2/5. അതായത് ഓൾഡ് റേഷ്യോ 2:3 ആയതുകൊണ്ട് എൻ്റെ 2 ആണ്. അപ്പോൾ 2/5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 5000 ഇൻറ്റു 2/5 ഈസ് ഈക്വൽ ടു 2000. ഇനി ബിയുടെ ഷെയർ വരുന്നത് 3 ആണ്. അപ്പോൾ അതുകൊണ്ട് ബീസ് ഷെയർ ഇൻ ദി ഡെഫിഷ്യൻസി 5000 ഇൻറ്റു 3/5. അപ്പോൾ ബീൻ്റെ ഷെയർ 3 ആണ് വരുന്നത്. അതുകൊണ്ട് 5000 ഇൻറ്റു 3/5 ഈസ് ഈക്വൽ ടു 3000. അപ്പോൾ എ സിക്ക് കൊടുക്കേണ്ടത് 2000 ആണ്, ബി കൊടുക്കേണ്ടത് 3 ആണ്. ഇനി എങ്ങനെയാണ് ഇവരുടെ പ്രോഫിറ്റ് വരുന്നത് നോക്കാം. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് 40,000 ആയിരുന്നു. അതിൽ നിന്ന് ഡെഫിഷ്യൻസി 2000 മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ ബീൻ്റെ പ്രോഫിറ്റ് 60,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഡെഫിഷ്യൻസി 3000 മൈനസ് ചെയ്യുക. അപ്പോൾ സീൻ്റെ പ്രോഫിറ്റ് 20,000 ആയിരുന്നു. അപ്പോൾ എയിൽ നിന്ന് കിട്ടുന്ന ഡെഫിഷ്യൻസി എമൗണ്ട് 2000ഉം ബിയിൽ നിന്ന് കിട്ടുന്ന ഡെഫിഷ്യൻസി എമൗണ്ട് 3000 ആഡ് ചെയ്തതിനാൽ സീൻ്റെ പ്രോഫിറ്റും ആവും. അപ്പോൾ നോക്കാം. ഇപ്പോൾ എക്ക് ഇപ്പോൾ 38,000 രൂപയാണ് പ്രോഫിറ്റ്. അപ്പോൾ 40,000 നിന്ന് 2,000 രൂപ ഡെഫിഷ്യൻസി മൈനസ് ചെയ്തപ്പോൾ 38,000 രൂപ അങ്ങനെയാണ് കിട്ടിയത്. അതുപോലെ ബിക്ക് 57,000, അതായത് 60,000 ആയിരുന്നു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡെഫിഷ്യൻസി എമൗണ്ട് 3000 മൈനസ് ചെയ്തപ്പോൾ 57,000 ആണ് ഇപ്പോൾ ബിക്കുള്ള പ്രോഫിറ്റ്. സിക്ക് 25,000, അതായത് 20,000 ആയിരുന്നു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം ഉണ്ടായത്. അപ്പോൾ എൻ്റെ 2,000ഉം ബീൻ്റെ 3,000ഉം കിട്ടിയപ്പോൾ സിക്ക് ആ ഗ്യാരണ്ടീഡ് എമൗണ്ട് 25,000 പ്രോഫിറ്റായി. ഓക്കെ, നമുക്ക് വേറൊരു ഇലസ്ട്രേഷൻ നോക്കാം. മോഹൻ, സോഹൻ ആൻഡ് രാഹുൽ ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹2 lakh, ₹1 lakh ആൻഡ് ₹1 lakh റെസ്പെക്റ്റീവ്ലി. അപ്പോൾ മോഹനും സോഹനും രാഹുലും ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അവർ ക്യാപിറ്റലായി കൊണ്ടുവന്നിരിക്കുന്നത് മോഹൻ 2 ലക്ഷം, സോഹൻ 1 ലക്ഷം, രാഹുൽ 1 ലക്ഷം. ദേ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1:1. അവർ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഷെയർ ചെയ്യുന്നത് 2:1:1 എന്ന റേഷ്യോ പ്രകാരമാണ്. അക്കോർഡിംഗ് ടു ദി ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, രാഹുൽ ഹാസ് ടു ഗെറ്റ് മിനിമം ഓഫ് ₹50,000 ഇറസ്പെക്റ്റീവ് ഓഫ് ദി പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രകാരം രാഹുലിന് മിനിമം 50,000 പ്രോഫിറ്റായിട്ട് നൽകണം. 10% ഇൻട്രസ്റ്റ് ഈസ് ടു ബി അലോവ്ഡ് ഓൺ ക്യാപിറ്റൽ ടു ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിനും വർഷത്തിൽ 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യുന്നുണ്ട്, അതായത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദി ഇയർ എൻഡിങ് March 31, 2020 വാസ് ₹2 lakh. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഫേമിൻ്റെ പ്രോഫിറ്റ് 2 ലക്ഷമാണ്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. അപ്പോൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ടോട്ടൽ എമൗണ്ട് ഇപ്പോഴുള്ള കറൻറ്റ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ടാണ് പാർട്ട്നേഴ്സ് പ്രോഫിറ്റായിട്ട് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മോഹന് 2 ലക്ഷം രൂപയാണ് ക്യാപിറ്റലായി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മോഹൻ്റെത് 2 ലക്ഷം ഇൻറ്റു 10/100 വരിക. അതുപോലെ സോഹന് 1 ലക്ഷം രൂപയാണ് ക്യാപിറ്റലായി കൊണ്ടുവന്നത്. അപ്പോൾ 1 ലക്ഷം ഇൻറ്റു 10/100, അതായത് 10,000 രൂപയാണ് സോഹൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. അതുപോലെ രാഹുലിൻ്റെത് 1 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ. അപ്പോൾ 1 ലക്ഷം ഇൻറ്റു 10/100. അപ്പോൾ അങ്ങനെ ടോട്ടൽ 40,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ
മോഹൻ്റെ 20,000, 2 ലക്ഷത്തിൻ്റെ 10% 20,000, സോഹൻ്റെ 1 ലക്ഷത്തിൻ്റെ 10% 10,000, രാഹുലിൻ്റെ 1 ലക്ഷത്തിൻ്റെ 10% 10,000. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 40,000. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 2 ലാക്ക്, അതിൽ നിന്ന് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 40,000 മൈനസ് ചെയ്താൽ 1,60,000. ഇനി ആ 1,60,000 ആണ് പാർട്ട്നേഴ്സ് പ്രോഫിറ്റായി ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ഓൾഡ് റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2:1:1 ആണ്. അപ്പോൾ ആ റേഷ്യോ പ്രകാരമാണ് ഈ 1,60,000 അവർ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ മോഹൻ്റെത് ഷെയർ വരുന്നത് 2 ആണ്. അതുകൊണ്ട് മോഹൻ ഷെയർ ഈസ് ഈക്വൽ ടു 1,60,000 ഇൻറ്റു 2/4 ഈസ് ഈക്വൽ ടു 80,000. അടുത്തത് സോഹൻ്റെ വരുന്നത് 1 ആണ്. അതുകൊണ്ട് സോഹൻ്റെ പ്രോഫിറ്റ് വരുന്നത് 1,60,000 ഇൻറ്റു 1/4, അതായത് 40,000 ആണ് സോഹൻ്റെ ഷെയർ. രാഹുലിൻ്റെ 1,60,000 ഇൻറ്റു 1/4 ഈസ് ഈക്വൽ ടു 40,000. രാഹുലിന് ഗ്യാരണ്ടി ചെയ്ത പ്രോഫിറ്റ് 50,000 രൂപയാണ്. അപ്പോൾ ഡെഫിഷ്യൻസി നോക്കുക, 50,000 മൈനസ് 40,000. അപ്പോൾ 40,000 ആണ് രാഹുലിന് ഇപ്പോൾ പ്രോഫിറ്റായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗ്യാരണ്ടി ചെയ്തത് 50,000 രൂപയായിരുന്നു. അപ്പോൾ 50-ൽ നിന്ന് 40,000 മൈനസ് ചെയ്താൽ 10,000 രൂപയാണ് രാഹുലിൻ്റെ ഡെഫിഷ്യൻസി വരുന്നത്. ഈ 10,000 രൂപ മോഹനും സോഹനും അവരുടെ ഓൾഡ് ഷെയർ വെച്ച് ഷെയർ ചെയ്യണം. അപ്പോൾ ഓൾഡ് ഷെയർ പ്രത്യേകിച്ച് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 2:1:1 എന്നുള്ള റേഷ്യോയിൽ നിന്ന് ഓൾഡ് ഷെയർ എടുക്കണം. അപ്പോൾ അവരുടെ ഓൾഡ് ഷെയറായി വരുന്നത് 2:1 ആണ്. അപ്പോൾ 2:1 എന്ന റേഷ്യോ വെച്ചിട്ട് വേണം അവർ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ദിസ് ഷാൾ ബി ബോൺ ബൈ മോഹൻ ആൻഡ് സോഹൻ ഇൻ ദയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിച്ച് ഇൻ ദിസ് കേസ് 2:1. അപ്പോൾ നോക്കാം, മോഹൻ ഷെയർ ഇൻ ദി ഡെഫിഷ്യൻസി 10,000 ഇൻറ്റു 2/3 ഈസ് ഈക്വൽ ടു 6,667. റൗണ്ട് ഓഫ് ചെയ്തതാണ്, 66.66 വരും. അപ്പോൾ അത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 67 എടുക്കാം. അതുപോലെ മോഹൻ ഷെയർ ഇൻ ദ ഡെഫിഷ്യൻസി 10,000 ഇൻറ്റു 1/3 ഈസ് ഈക്വൽ ടു 3,333. അതും റൗണ്ട് ഓഫ് ചെയ്തതാണ്, 0.33 വരും. അപ്പോൾ അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ മോഹൻ്റെ ഷെയർ വരുന്നത് പ്രോഫിറ്റ് വരുന്നത് 80,000 ആയിരുന്നു. അപ്പോൾ 80,000-ൽ നിന്ന് മോഹൻ്റെ ഡെഫിഷ്യൻസി 67 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 73,333 ആണ് ഇനി മോഹൻ്റെ ആക്ച്വൽ പ്രോഫിറ്റ്. സോഹൻ്റെത് 40,000-ൽ നിന്ന് ഡെഫിഷ്യൻസി 3,333 മൈനസ് ചെയ്തതിനാൽ 36,667 ആണ് ഇനി സോഹൻ്റെ ആക്ച്വൽ പ്രോഫിറ്റ്. ഇപ്പോൾ രാഹുലിൻ്റെത് നോക്കാം. രാഹുലിന് 40,000 ആയിരുന്നു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം പ്രോഫിറ്റ് കിട്ടിയത്. അതിൻ്റെ കൂടെ മോഹൻ കൊടുക്കുന്ന ഡെഫിഷ്യൻസി 6,667-ഉം സോഹൻ്റെ ഡെഫിഷ്യൻസി 3,333-യും കൂട്ടിക്കഴിഞ്ഞാൽ 50,000 ആണ് പ്രോഫിറ്റിന്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ടാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പോസ്റ്റ് ചെയ്ത് 2 ലാക്ക് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു ഓരോരാളെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 40,000 ആയിരുന്നു. അപ്പോൾ 40,000 ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ പാർട്ട്ണറുടെയും ആക്ച്വൽ പ്രോഫിറ്റ് സെപ്പറേറ്റ് കാണിക്കാം. അപ്പോൾ മോഹൻ്റെ പ്രോഫിറ്റ് 80,000 ആയിരുന്നു. അതിൽ നിന്ന് ഡെഫിഷ്യൻസി എമൗണ്ട് 6,667 മൈനസ് ചെയ്ത് 73,333 ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അതേപോലെ സോഹൻ്റെത് 40,000 ആയിരുന്നു പ്രോഫിറ്റ്. അതിൽ നിന്ന് ഡെഫിഷ്യൻസി എമൗണ്ട് 3,333 മൈനസ് ചെയ്ത് 36,667 ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം രാഹുലിൻ്റെ പ്രോഫിറ്റ് 40,000 ആയിരുന്നു. അതിൻ്റെ കൂടെ ഡെഫിഷ്യൻസി എമൗണ്ട് മോഹനും സോഹനും കൊടുക്കുന്ന ഡെഫിഷ്യൻസി എമൗണ്ട് ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക. അതായത് 50,000 40,000 കൂടെ ആഡ് ചെയ്താൽ 50,000 ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. രണ്ട് സൈഡും ടോട്ടൽ 2 ലാക്ക് വരും.